ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ടാറ്റയുടെ ഒരു മഹാപ്രഖ്യാപനം കാസർഗോഡ് എത്തുന്നു. ടാറ്റയുടെ ഒരു കൂറ്റൻ ആശുപത്രി. COVID-19 ഭീഷണിയിലുള്ള കൊച്ചു കേരളത്തിന് ഇത് വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. ഈ വാർത്തയെ എല്ലാവരും ഏറ്റെടുത്തു. പക്ഷേ ചെറിയ ചെറിയ പ്രതിസന്ധികൾ സർക്കാരിന് നേരെ വിരൽ ചൂണ്ടി നിന്നു. അതായത് COVID-19 കാലഘട്ടമാണ്. ഈ സമയത്ത് ആര് വരും ഒരു ആശുപത്രി നിർമ്മിക്കാൻ? ആര് തരും വാഹനങ്ങൾ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സർക്കാരിനെ വേട്ടയാടുമ്പോൾ സർക്കാരിന് ഒരു ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നു. കലക്ടർ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നു. കലക്ടർ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നു. ടാറ്റ ഒരു വലിയ ആശുപത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 540 ബെഡുകളുള്ള ഒരു കൂറ്റൻ ആശുപത്രി. ആ ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള ചില സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി വേണ്ടത് നിങ്ങളുടെ സഹായമാണ്. അതായത് JCB, ഹിറ്റാച്ചി, അതുപോലെ തന്നെ ഈച്ചർ, ലോറി, അങ്ങനെയുള്ള നിരവധി വാഹനങ്ങളുടെ ഒരു വലിയ ആവശ്യമുണ്ട് ഇവിടെ. ആരെങ്കിലും ഞങ്ങളെ മനസ്സറിഞ്ഞ് ഒന്ന് സഹായിക്കണമെന്ന് കലക്ടർ പോസ്റ്റുമായി രംഗത്ത് വരും. അവിടെയാണ് മലയാളികൾ പൊളിയാണെന്ന് പറയുന്ന വാക്കിൻ്റെ പൂർണ്ണത മലയാളികൾ തന്നെ മനസ്സറിഞ്ഞു കാണുന്നത്. കലക്ടറിൻ്റെ സഹായ അഭ്യർത്ഥന നവമാധ്യമങ്ങളെ കീഴ്പ്പെടുത്തിയപ്പോൾ അതോടൊപ്പം തന്നെ ചില മനസ്സുകളെയും കീഴ്പ്പെടുത്തി. ആശുപത്രി കെട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം പാറ അധികമായിട്ടുള്ള ഒരു പ്രദേശമായതിനാൽ തന്നെ അതൊക്കെ പൊളിച്ച് നിരപ്പാക്കി നല്ല ഒരു പ്രദേശമാക്കി മാറ്റേണ്ടതുണ്ട്. അതിന് JCB ആവശ്യമാണ്, ഹിറ്റാച്ചി ആവശ്യമാണ്, ലോറികൾ ആവശ്യമാണ്. ആര് തരുമെന്ന് കലക്ടർ ചോദിച്ചപ്പോൾ ഈ പ്രദേശത്തേക്ക് 60-ൽ കൂടുതൽ വാഹനങ്ങൾ കടന്നു വരികയാണ്. അതെ, കുറച്ച് നല്ല മനസ്സുകൾ സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരാമെന്ന് കലക്ടറിൻ്റെ ആ പോസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ട് ദാ ഈ കാണുന്ന പ്രദേശത്തേക്ക് കടന്നു വരുന്നു. അവിടെയാണ് മലയാളി ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണെന്ന് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ രാജ്യത്തിന് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നുള്ളത്. ആ താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. ആ സംഘടനകളിലെ അംഗങ്ങളാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സഹായം ചെയ്യാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങി വന്നത്? അതായത് കാസർഗോഡ് ജില്ലയിൽ നമ്മൾ കണ്ട് ഈ കൊറോണ കാലത്ത് ഒരുപാട് ജീവനുകൾ ഇങ്ങനെ പൊലിഞ്ഞു പോയി. 9 പേരാണ് ചികിത്സ ലഭിക്കാതെ കർണാടകത്തിൻ്റെ ധാർഷ്ട്യം മൂലം നമുക്ക് നഷ്ടപ്പെട്ടത്. ആംബുലൻസ് പോലും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന ദയനീയമായ കാഴ്ചകൾ കണ്ട് നമ്മുടെ മനസ്സ് വല്ലാതെ അലിഞ്ഞു പോയിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ആരാണോ ആദ്യം ഈ ഹോസ്പിറ്റൽ ഇങ്ങനെ പണിയാൻ രംഗത്ത് വരുന്നത് അവർക്ക് ഞങ്ങൾ എർത്ത് വർക്ക് ഫ്രീ ആയി ഞങ്ങൾ എടുത്തു കൊടുക്കുന്നുള്ളൊരു തീരുമാനം അന്ന് ഈ സംഘടന എടുത്തിരുന്നു. പക്ഷേ ആദ്യം വന്നത് ഈ ടാറ്റ ഹോസ്പിറ്റൽ കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ സ്ഥലം നിരപ്പാക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് കലക്ടർ ഒരു വീഡിയോ സഹായ അഭ്യർത്ഥന വീഡിയോയിൽ ചെയ്തപ്പോൾ അത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി കാണുകയും സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയക്കുകയും ഈ വർക്ക് ഞങ്ങൾ ചെയ്തു തരാം, സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരാമെന്ന് മുഖ്യമന്ത്രി ഓഫീസിൽ അറിയിക്കുകയും ആ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് കലക്ടറെ അറിയിച്ച് കലക്ടർ ഞങ്ങളുമായി ബന്ധപ്പെടുകയായിരുന്നു. ഈ ആശുപത്രിയുടെ സമയം പറഞ്ഞിരിക്കുന്നത് 3 മാസമാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കുള്ള വർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനുള്ള? തീർച്ചയായിട്ടും ഞങ്ങൾ വർക്ക്, അതായത് ഒരു 15 ദിവസത്തിനകം കംപ്ലീറ്റ് ഞങ്ങൾ വർക്ക്
ചെയ്തു തീർക്കും എന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കോറ ഈസി ഓണേഴ്സസ് എന്നൊരു അസോസിയേഷനും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ചട്ടഞ്ചാടിലെ വിവിധ കോൺട്രാക്ടർമാരും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. അതായത് ഇവരുടെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് കോറ ഈസി ഹോൾഡേഴ്സ് അസോസിയേഷനുമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ അല്ലേ കുറച്ച് പ്രമുഖ കുറച്ച് കോൺട്രാക്ടർമാരും രംഗത്ത് വന്നതോടുകൂടി നമ്മുടെ ആശുപത്രി എന്ന് പറയുന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാകുമെന്നുള്ള ഒരു വലിയ ഒരു ലക്ഷ്യത്തിലാണ് ഇവരൊക്കെ ഉള്ളത്. നമുക്കൊക്കെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു സന്ദേശം തന്നെയാണ്, അഥവാ ഒരു വലിയ പ്രയത്നം തന്നെയാണ് ഇവർ ഇവിടെ കാഴ്ചവെക്കുന്നുള്ളത്. കളക്ടറുടെ നിർദ്ദേശം ഞങ്ങളെല്ലാവരും അക്ഷരം പടി സ്വീകരിക്കുകയും ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരും രാത്രിയും പകലും വർക്ക് ചെയ്തുകൊണ്ട് 15 ദിവസമാണ് ഞങ്ങൾക്ക് മാക്സിമം ടാർഗറ്റ് തന്നത്. ഞങ്ങളത് 10 ദിവസം കൊണ്ട് തന്നെ മുഴുവൻ വർക്കുകളും പൂർത്തീകരിച്ച് കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. 8 ദിവസം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. നാളത്തോടു കൂടി തന്നെ ഇത് 100% വർക്ക് ചെയ്ത് മറ്റന്നാളത്തേക്ക് ഞങ്ങളിത് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ കാഴ്ചകൾ കണ്ടല്ലോ. സുമനസ്സുകളുടെ സഹായം ഈ പ്രദേശത്ത് കടന്നു വന്നപ്പോൾ 3 മാസം കൊണ്ട് ആശുപത്രി പൊങ്ങി വരുമെന്ന് പറയുന്ന സർക്കാരിൻ്റെ വാദങ്ങൾക്ക് തീർച്ചയായും കൃത്യമായ ഒരു ഉത്തരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മലയാളികൾ ഒറ്റക്കെട്ടാകുമ്പോൾ ഇവിടെ ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഒരു ഉത്തരം 3 മാസങ്ങൾക്ക് ശേഷം ഒരു ആശുപത്രിയുടെ രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഈ സേവനത്തിന് മുന്നോട്ട് വന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.